ആൾ കുറവ് ആരുമില്ല. നമ്മൾ കയറിയാലും കയ്യിൽ വിരലുണ്ടെന്നവരേ ഉള്ളൂ, കൂടിപ്പോയ ഒരു 15 അത്ര വരെ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ബോറിംഗ് ആണ്, പക്ഷെ എന്നാലും ആ ഒരു തീമിലോട്ട് വന്നു കഴിയുമ്പോൾ കൊള്ളാം. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സ്ഥിരം കാണുന്ന ഇപ്പോൾ ഇറങ്ങുന്ന പോലെയല്ല, കുറച്ചുകൂടി ബെറ്റർ ഒരു വെറൈറ്റി ആയിട്ടുള്ള പടമായിരുന്നു. സൂപ്പർ മൂവി, നല്ല സ്റ്റോറിയാണ്. അങ്ങനെ ആസിഫ് അലി നായകനകത്തെ കിഷ്കിണ്ട കാണുന്ന റിലീസായി 2ാം ദിവസം, ആദ്യ ദിവസം സിനിമയ്ക്ക് മികച്ച റിപ്പോർട്ടായിരുന്നു. അപ്പോൾ 2ാം ദിവസം ഈ അഭിപ്രായം അറിഞ്ഞും അറിയാതെയും ധാരാളം പ്രശ്നം വരുന്നുണ്ട്. അവർ ചോദിച്ചേക്കാം സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത്. കൊള്ളായിരുന്നു, നല്ല പടം. ആസിഫ് അലി എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും കൊള്ളായിരുന്നു, നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. ത്രില്ലർ തന്നെയാണോ? കൊള്ളാം. ഒരു നല്ല മേക്കിംഗ് ആണ് പടം. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സ്ഥിരം കാണുന്ന ഇപ്പോൾ ഇറങ്ങുന്ന പോലെയല്ല, കുറച്ചുകൂടി ബെറ്റർ ഒരു വെറൈറ്റി ആയിട്ടുള്ള പടമായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ആസിഫ് അലി, വിജയരാഘവൻ എല്ലാവരും പറഞ്ഞ എല്ലാവരും നല്ല പെർഫോമൻസ്. പടം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ബോറിംഗ് ആണ്, പക്ഷെ എന്നാലും ആ ഒരു തീമിലോട്ട് വന്നു കഴിയുമ്പോൾ കൊള്ളാം. സെക്കൻഡ് ഹാഫിലാണ് എന്തെങ്കിലുമൊക്കെ ഉള്ളൂ, ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ മേക്കിംഗ് നല്ല സ്ലോ ആണ് പടം, നല്ല സ്ലോയിലാണ് പോണത്. ഫസ്റ്റ് ഹാഫ് ബോറിംഗ് ആണ്, സത്യം പറഞ്ഞാൽ സീരിയസ് നല്ല ബോറിംഗ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ സ്റ്റോറി അങ്ങോട്ട് വരുമ്പോൾ കൊള്ളാം. അത്രയാണ്. അല്ല, ഞാൻ റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല, അല്ലാതെ തന്നെ വന്നതാണ്. ഒരു വിഷയമില്ല. സ്ലോ ഒരു ഇതല്ല ബ്രോ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് ഫുൾ സ്റ്റോറി ബേസ് നല്ല പടം, മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ കാണേണ്ട പടം. നമ്മൾ കേരളത്തിൽ നല്ല ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലൊരു കഥ കണ്ടിട്ടില്ല. അടിപൊളി കഥയാണ്. എന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് വേണ്ടത്ര പ്രൊമോഷൻ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഭയങ്കര തിയേറ്ററിൽ ആരുമില്ല. പക്ഷേ എന്തായിരുന്നാലും ഇരുന്ന് കാണണം. ആദ്യത്തെ ഹാഫ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്ത് പടം എടുത്തു വെച്ചാൽ, പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരുപാട് ഡോട്ടെല്ലാം അവർ കണക്ട് ചെയ്ത് ഒരു അടിപൊളി പടമാക്കി തരുന്നുണ്ട്. മസ്റ്റ് വാച്ചാ. തിയേറ്ററിൽ നല്ല ആൾ കുറവ് ആരുമില്ല. നമ്മൾ കയറിയാലും കയ്യിൽ വിരലുണ്ടെന്നവരേ ഉള്ളൂ, കൂടിപ്പോയ ഒരു 15 അത്ര വരെ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള സിനിമയ്ക്ക് കൊടുത്ത പ്രൊമോഷൻ ഇതിന് കൊടുത്തിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ വലിയ ഹിറ്റിലോട്ട് മാറും ചേട്ടാ. ഇതെന്ന് വെച്ചാൽ നല്ല സിനിമയാണ്, നല്ല പറയാൻ പറ്റില്ല അമ്മാതിരി സിനിമ. നമ്മളിപ്പോൾ ഇംഗ്ലീഷിലെ കാണുന്നവരെ കമ്പയർ ചെയ്ത് പറയുന്നില്ല. ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ടൈം ലൂപ്പ് പോലത്തേക്ക് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു സിനിമയല്ല, ടൈം ലൂപ്പ് പോലെ തോന്നും. ഫുൾ കണക്ട് ചെയ്തെടുക്കുള്ളൂ. പ്രസൻറ്റും പാസ്റ്റുമായിട്ട് അവർ ഇട്ടിട്ട് പോകും. അടിപൊളി പടം. സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. കഥ എഴുതിയ ആൾക്ക് അയാൾ എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഒരു രക്ഷയില്ലാത്ത കഥയാണ്. അങ്ങനെ കഥ അത് ലാസ്റ്റ് വരെ ഇരിക്കാനുള്ള ക്ഷമമാണ് ചേട്ടാ. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് അലമ്പെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് വേണ്ടിയിട്ട് അവർ തന്നെ എണീച്ച് കൈയടിക്കുന്ന സീനുമുണ്ട്. സൂപ്പർ സിനിമയാണ്. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും ഒന്ന് തിയേറ്ററിൽ ഒന്ന് കാണാൻ നോക്കും. ഇങ്ങനത്തെ സിനിമ ഹിറ്റ് ആവണം. ആസിഫ് അലി ആസ് യൂഷ്വൽ നല്ല സൂപ്പർ. നല്ല മൂവിയാണ്, സൂപ്പർ മൂവി, നല്ല സ്റ്റോറിയാണ്.